കുണുങ്ങി കുണുങ്ങി നടക്കാതെ നീ ഒന്ന് വേഗം നടന്നേ ചിത്തു. ചിത്രയുടെ കൈ പിടിച്ച് ധൃതിയിൽ റോഡ് ക്രോസ് ചെയ്ത് ജ്വാല അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. എന്റെ ജ്വാലേച്ചി, നിനക്കിത് എന്തിന്റെ കേടാ? പ്രോഗ്രാം തുടങ്ങാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? നമ്മൾ ചെല്ലാതെ അവർ പ്രോഗ്രാം തുടങ്ങില്ല. അല്ലെങ്കിലും അതിന്റെ മെയിൻ കോർഡിനേറ്ററായ നീ ഇല്ലാതെ അവർ പ്രോഗ്രാം നടത്തുവോ? ഹാ, അത് തന്നെ എന്റെ പ്രശ്നം. ഇന്ന് നടക്കേണ്ട മുഴുവൻ പ്രോഗ്രാമിന്റെയും ചാർട്ട് എന്റെ കയ്യിലാ. അതില്ലാതെ ഏതൊക്കെ പ്രോഗ്രാം എപ്പോഴാണ് നടത്തേണ്ടതെന്ന് മനസ്സിലാവില്ല. ചുമലിലിട്ട ബാഗ് ഒന്നുകൂടെ നേരെയാക്കിക്കൊണ്ടവൾ ചിത്രയെ നോക്കി വേവലാതിയോടെ പറഞ്ഞു. ഹാ, ഇതാരൊക്കെയാ? എങ്ങോട്ടാ ചേച്ചി ഇത്ര ധൃതി പിടിച്ച്? കാക്കി ഷർട്ട് ധരിച്ച് അവരെ നോക്കി ഓട്ടോയിൽ ചാരി നിൽക്കുന്ന പയ്യനെ കണ്ടതും ഇരുവരും പുഞ്ചിരിയോടെ അവൻ അരികിലേക്ക് നടന്നു. ഹാ, ആരിത്? സബിലോ? നിനക്ക് ഓട്ടം വല്ലതുണ്ടോടാ? ഹേയ്, ഇല്ല ചേച്ചി. എന്തേ? എന്നാ നീ ഞങ്ങളെ ആ ടൗൺ ഹാളിന് മുന്നിൽ ഒന്ന് വിടാമോ? അതിനെന്താ ചേച്ചി, നിങ്ങളെ കേറ്. ഡി ചിത്തു, നീ എന്താടി ഒന്നും മിണ്ടാത്തത്? പണ്ടൊക്കെ എന്നെ കണ്ടാൽ എന്റെ പിറകിൽ നിന്ന് മാറാത്ത പെണ്ണാ. ഇപ്പൊ മുഖത്തോട് മുഖം കണ്ടാലും ഇവളെന്നോട് മിണ്ടില്ല. പരാതി പറഞ്ഞുകൊണ്ടവൻ ചിത്രയെ നോക്കി മുഖം കൂർപ്പിച്ചു. എന്റെ ചേട്ടാ, നിന്നെ ഞാൻ കണ്ടിട്ട് തന്നെ ഇപ്പോൾ 1 വർഷം ആകാറായി. പിന്നെ നീ ഇത് എപ്പോഴത്തെ കാര്യം പറയുന്നേ? അയ്യടാ, 1 വർഷമോ? കഴിഞ്ഞ ആഴ്ച കൂടെ നിന്റെ സ്കൂളിന് മുന്നിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടതാ. പക്ഷെ നീ എന്നെ മൈൻഡ് ചെയ്തില്ല. എപ്പോ? എന്നിട്ട് ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. ഓർമ്മയിലൊന്ന് പരത്തിക്കൊണ്ടവൾ സബലിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തിരക്കിട്ട് എങ്ങോട്ടോ പോകുമായിരുന്നു. എന്നിട്ട് എന്നെ കണ്ടിട്ട് നീ എന്താ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത്? അത് പിന്നെ ഞാൻ യൂണിഫോമിലായിരുന്നത് കൊണ്ട് നിന്റെ കസിൻ ഒരു ഓട്ടോ ഡ്രൈവറാണെന്ന് പറയാൻ നിനക്ക് നാണക്കേട് വല്ലതും തോന്നിയാലോ എന്ന് കരുതിയാ ഞാൻ. അവൻ പറയുന്നത് കേട്ടതും ഇരുവരും പുഞ്ചിരിയോടെ അവനെ നോക്കി. എന്റെ ചേട്ടാ, നീ ഓട്ടോ ഡ്രൈവറല്ലേ, അല്ലാതെ കള്ളനോ പിടിച്ചുപറിക്കാരനോ ഒന്നും അല്ലല്ലോ. അധ്വാനിച്ച് ജീവിക്കുന്ന നിന്നെ കണ്ടിട്ട് എന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് പറയുന്ന ഫ്രണ്ട്സിനെ ഞാനും വേണ്ടാന്ന് വെക്കും. അതുകൊണ്ട് ഇനി എന്നെ കാണുമ്പോൾ അടുത്തോട്ട് വന്നോളണം, പറഞ്ഞേക്കാം. ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവന്റെ ചുമലിൽ അമർത്തി പിടിച്ചുകൊണ്ടവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ. ടൗൺ ഹാളിന് മുന്നിൽ ഓട്ടോ ഇറങ്ങിയ ശേഷം ചിത്തിര ചുറ്റും നോക്കി. ഹാളും പരിസരവും നന്നായി അലങ്കരിച്ചിരിക്കുന്നുണ്ട്. അലങ്കാരങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ ചേച്ചി? കാണുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ആനച്ചന്തം തോന്നുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് ചെല്ലുന്നതിനിടെ അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ജ്വാലയോടായി പറഞ്ഞു. മേക്കപ്പ് റൂമിനരികിലെത്തിയതും അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികൾക്കരികിൽ ചിത്രയെ ഭദ്രമായി നോക്കാൻ ഏൽപ്പിച്ച ശേഷം ജ്വാല തിരക്കിട്ട് പുറത്തേക്ക് നടന്നു. ആരേത്? ചിത്തുമോളോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? പുഞ്ചിരിയോടെ തനിക്കരികിലേക്ക് നടന്നു വരുന്ന പരിചയമില്ലാത്ത സ്ത്രീയെ കണ്ടതും അല്പം മടിയോടെ അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അമ്മ വന്നില്ലേ മോളെ? ഇല്ല ആൻറ്റി, അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായല്ലേ ഉള്ളൂ. പുറത്തേക്കൊന്നും ഇറങ്ങാറായിട്ടില്ല. ആ, അവൾക്കെന്തോ ഓപ്പറേഷൻ ഉണ്ടെന്ന് എന്നോട് ആരോ പറഞ്ഞായിരുന്നു. അവൾക്ക് എന്തായിരുന്നു പ്രശ്നം? ഒരു ചെയർ അവൾക്കരികിലേക്ക് നീക്കിയിട്ട് കൊണ്ടവർ കാര്യങ്ങൾ ചോദിച്ചറിയാനെന്ന ഭാവത്തിൽ അവൾക്കരികിലിരുന്നു. അവരുടെ ചോദ്യവും ഭാവവും ഒന്നും ഇഷ്ടപ്പെടാതെ അവൾ മടുപ്പോടെ ചുറ്റും നോക്കി. ചിത്തു, നീങ്ങ് വന്നേ. തിടുക്കത്തിൽ അവളെയും വിളിച്ച് റൂമിന് വെളിയിലിറങ്ങിയ ജ്വാല കയ്യിൽ കരുതിയിരുന്ന കുറച്ച് പേപ്പറുകൾ അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ ചേച്ചി? ഇത് അടുത്ത പ്രോഗ്രാമിന്റെ ചാട്ടാണ്. നീ ഇത് രഞ്ജിതയ്ക്ക് കൊടുക്കണം. ഞാൻ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കട്ടെ. വാലിന് തീപിടിച്ച പോലെ ഓടി നടക്കുന്ന ജ്വാലയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ പേപ്പർ റോളാക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ മുഴുവൻ ക്ലീൻ ആക്കിയ ശേഷമാണ് എല്ലാവരും അവിടെ വിട്ട് തിരികെ അവരവരുടെ വീട്ടിലേക്ക് പോയത്. രാത്രി ഏറെ വൈകിയിരുന്നത് കൊണ്ടും രാവിലെ മുഴുവൻ റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്നതുകൊണ്ടും എല്ലാവരും നന്നായി ക്ഷീണിച്ചിരുന്നു. വീട്ടിലെത്തിയ പാടെ ഡ്രസ്സ് പോലും മാറാതെ ബെഡിൽ കയറി കിടന്ന് ഉറക്കം പിടിച്ച ചിത്തുവിനെ കണ്ടതും ജ്വാല ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് തൻ്റെ ഡ്രസ്സുമായി കുളിക്കാൻ കയറി. ചേച്ചി! ഉറക്കെയുള്ള ചിത്തുവിൻ്റെ വിളി കേട്ടാണ് ജ്വാല ഉണർന്നത്. ഉറക്കച്ചടവോടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നവളെ കണ്ടതും അമ്മയും അച്ഛനും അവളെ അടിമുടിയൊന്ന് സൂക്ഷിച്ചു നോക്കി. അവരുടെ നോട്ടം കണ്ടതും അവൾ സംശയത്തോടെ തന്നെ അടിമുടിയൊന്ന് നോക്കി. തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടവൾ സംശയത്തോടെ അവരെ നോക്കി. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ മിണ്ടിപ്പോകരുത്. ഇന്നലെ പാതിരാത്രി വരെ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ ടൗൺ ഹാളിൽ മൊത്തം നിറങ്ങി നടന്നതും പോരാ, തിരികെ വന്നിട്ട് മേല് പോലും കഴുകാതെ കയറി കിടക്കുന്നത് നീ കണ്ടില്ലേ? ഹാ, ഞാൻ കണ്ടായിരുന്നു. പറഞ്ഞു തീർന്നതും അമ്മ പിന്നിലായി മറച്ചു പിടിച്ചിരിക്കുന്ന വടി ഉയർന്നു താഴ്ന്നതും ഒരുമിച്ചായിരുന്നു. ബാഗ് ഒഴിഞ്ഞുകൊണ്ട് തന്നെ നോക്കുന്ന ചേച്ചിയെ കണ്ടതും ചിത്തു ഓടിച്ചെന്ന് മുറിയിൽ കയറി വാതിലടച്ചു. ഫ്രഷായി ഭക്ഷണവും കഴിച്ച് ഉമ്മറത്തെ ചാരുപടിയിൽ ഇരിക്കുന്ന അവൾക്കരികിലേക്ക് വന്ന ചിത്തു ഒന്നും പറയാതെ അവൾക്കരികിലായിരുന്നു. ചേച്ചി പറ. ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവൾ ചിത്തുവിനെ നോക്കാതെ പതിയെ പറഞ്ഞു. നീ ഇത് നോക്കിക്കേ.
എനിക്ക് വന്ന മെസ്സേജാ. മടിച്ചുകൊണ്ട് ഫോൺ തനിക്ക് നേരെ നീട്ടിയവളെ കണ്ടതും കാര്യം എന്താണെന്നറിയാനായി ജ്വാല ഫോണിലേക്ക് നോക്കി. കഴിഞ്ഞ ദിവസം പ്രോഗ്രാം നടക്കുന്നതിനിടെ ഉറങ്ങിപ്പോയ ചിത്തുവിൻ്റെ ഫോട്ടോ മോശമായി എടുത്തിരിക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. ഇതാരാ ചിത്തു നിനക്ക് അയച്ചത്? ദേഷ്യത്തോടെയുള്ള ജ്വാലയുടെ ചോദ്യം കേട്ടതും അവൾ ഭയത്തോടെ അകത്തേക്ക് നോക്കി. അവളുടെ നോട്ടം കണ്ടതും കാര്യം മനസ്സിലായവൾ നെടുവീർപ്പോടെ അനിയത്തെ ചേർത്ത് പിടിച്ചു. എന്തേ, അവൻ ഇങ്ങോട്ടാണോ ഇഷ്ടം, അതോ നിനക്ക് അങ്ങോട്ടോ? അത് ചേച്ചി, എന്തേ രണ്ടുപേർക്കും ഇഷ്ടമാണോ? അത് എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. കുറച്ചു കാലമായി ഞാൻ അവൻ്റെ പിറകെ നടക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനൊരു ഫോട്ടോ. അവനെന്താ ചെയ്യുന്നത്? ഡിഗ്രിക്ക് പഠിക്കുക. കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ നോക്കുന്ന അനിയത്തിയെ കണ്ടതും ജ്വാല അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ ആളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ മിണ്ടാറ് പോലുമില്ല. പക്ഷേ ഇങ്ങനെയൊരു ഫോട്ടോ അവൻ അയക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. തൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അനിയത്തിയെ കണ്ടതും ജ്വാല അവളുടെ ഫോണിലേക്ക് നോക്കി. അവളുടെ മോർഫ് ചെയ്തതും അല്ലാതെയുമുള്ള ഫോട്ടോകൾ അവൾക്ക് അയച്ചു കൊടുക്കുന്നവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ ചിത്രയെ കൂട്ടി പുറത്തേക്ക് നടന്നു. സബലിനൊപ്പം അവൻ്റെ വീടിന് മുന്നിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടു മുറ്റത്തു നിന്ന് എന്തോ ചെയ്യുന്ന ഒരു സ്ത്രീയെ. നമസ്കാരം, ശ്രീരാജിൻ്റെ അമ്മയല്ലേ? അതെ, ആരാ? ഞാൻ ജ്വാല. ഇതെൻ്റെ അനിയൻ സബിൽ. പിന്നെ ഇത് ഞങ്ങളുടെ അനിയത്തി ചിത്തിര. ശ്രീരാജില്ലേ ഇവിടെ? ഞങ്ങൾ അവനെ ഒന്ന് കാണാൻ വന്നതാ. ഹാ, അവനിവിടെ ഉണ്ട്. പഠിക്കുവാണെന്ന് തോന്നുന്നു. നിർത്താതെ മെസ്സേജുകൾ വരുന്ന ചിത്തുവിൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടവൾ ആ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മയ്ക്കൊപ്പം ഹാളിലേക്ക് വന്നവൻ അവിടെ നിൽക്കുന്ന ചിത്തുവിനെ കണ്ടതും ഞെട്ടലോടെ അമ്മയെ നോക്കി. ഹാ, ശ്രീരാജല്ലേ? അതെ. ജ്വാലയെ നോക്കി വിക്കലോടെ പറഞ്ഞുകൊണ്ടവൻ അമ്മയെ നോക്കി. അപ്പോൾ ഞങ്ങൾ വന്നത് ഇതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജ്വാല അവനയച്ച ഫോട്ടോസ് ഓരോന്നായി അവൻ്റെ അമ്മയെ കാണിച്ചു. അത് കണ്ടതും അവർ ഞെട്ടലോടെ മകനെ നോക്കി. മകൻ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ന്യായീകരിക്കാം, പക്ഷെ എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടവൾ പുറത്തേക്ക് നോക്കി. പുറത്തു വന്ന് നിൽക്കുന്ന പോലീസ് ജീപ്പ് കണ്ടതും അവൾ ചിത്തുവിനെയും സബലിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ നടക്കുമ്പോൾ സൂക്ഷിക്കുക. എല്ലാവരും പുറമേ കാണുന്നത് പോലെ നല്ലവരായിരിക്കണം എന്നില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.